നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, അർച്ചന ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല. സച്ചി മാത്രം വിളിച്ചു വരുത്തി ഞാനിത് പറഞ്ഞത് അർച്ചന ഒരിക്കലും ഇതറിയരുതെന്ന് കരുതി തന്നെയാണ്. എന്താ ഡോക്ടർ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? സച്ചിയോട് ഇത് പറയാൻ മാനസികമായി എനിക്ക് വിഷമമുണ്ട്, എങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. കഴിഞ്ഞ ദിവസം ചെയ്ത അർച്ചനയുടെ 2 ടെസ്റ്റ് റിപ്പോർട്ടുകളും വന്നു, നെഗറ്റീവാണ്. ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. ഇതിപ്പോ എന്ന് പറഞ്ഞ? അതെ, അർച്ചന ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല. സച്ചി മാത്രം വിളിച്ചു വരുത്തി ഞാനിത് പറഞ്ഞത് അർച്ചന ഒരിക്കലും ഇതറിയരുതെന്ന് കരുതി തന്നെയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞുള്ള ആഘാതത്തിൽ നിന്ന് അർച്ചനയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ സച്ചി, മനസ്സിലായി ഡോക്ടർ. ഡോക്ടർ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാനിത് അർച്ചനെ അറിയിക്കില്ലായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം അവൾ പറയുന്നതൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് അവള് ഒഴിഞ്ഞു പോകുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം. അപ്പോ ഇതുകൂടി അറിഞ്ഞ അർച്ചന ഉടനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കും. അവളെന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം ഡോക്ടർ? ആർക്കു വേണ്ടി ജീവിക്കണം? ഇനി ഇതൊക്കെ ഞാൻ എങ്ങനെ അവളിൽ നിന്നും മറച്ചു പിടിച്ച് ജീവിക്കുന്ന ടെൻഷന് മനസ്സ് മുഴുവൻ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. റിസൾട്ട് നെഗറ്റീവായെന്ന് കരുതി തീർത്തും ട്രീറ്റ്മെന്റ് ഉപേക്ഷിക്കണ്ട. ഗർഭിണിയാകുമെന്ന പ്രതീക്ഷ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് തുടരാം. അർച്ചന സച്ചിയെ വിട്ടുപോകുന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഇതൊക്കെ അറിഞ്ഞ ഷോക്കിലാവാം. സച്ചിയെ സ്നേഹിച്ചും സച്ചിയാൽ സ്നേഹിക്കപ്പെട്ടും കഴിയുന്ന അർച്ചന സച്ചിയെ വിട്ട് എവിടെ പോവാന്? ഞാൻ സച്ചിയോടൊരു കാര്യം പറയാം. ജീവിതത്തിന്റെ അവസാനമാക്കല്ല ഒരു കുഞ്ഞെന്ന് പറയുന്നത്. അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലെ ഒരു ഭാഗം മാത്രം. ഇന്നും എപ്പോഴും എന്ത് കാര്യത്തിനും നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റെന്തെല്ലാം നിങ്ങൾക്ക് ആലോചിക്കാനും സംസാരിക്കാനും ഉണ്ട്. അതുകൊണ്ട് സച്ചിയും അർച്ചനയും സംസാരിക്കുന്നതിനിടയിൽ കഴിവതും ഈ മാറ്റർ ഒഴിവാക്കണം. അർച്ചന ഇത് സംസാരിച്ച് വന്ന സച്ചിയായിട്ട് തന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിയണം. അർച്ചനയുടെ മനസ്സ് മാറ്റിയെടുക്കണം. തീർത്തും അർച്ചനയെ സച്ചി സ്നേഹിക്കുന്നതിനിടയിൽ, അർച്ചന അത് അനുഭവിക്കുന്നതിനിടയിൽ കുഞ്ഞെന്നൊരു ചിന്ത അർച്ചനയിൽ നിന്നും പതിയെ അകലാൻ തുടങ്ങും. നിങ്ങളെപ്പോലെ ധാരാളം ആളുകളുണ്ട് സച്ചി നമുക്ക് ചുറ്റും. പരസ്പര സ്നേഹത്തിൽ ഇതൊക്കെ മറന്ന് ജീവിക്കുന്നവർ. കുറെ നാൾ കഴിയുമ്പോൾ അർച്ചനയും ആ ട്രാക്കിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അഡോപ്ഷനെ പറ്റി ചിന്തിക്കാവുന്നതേ ഉള്ളൂ.
വളർന്ന ചുറ്റുപാടും സാഹചര്യമൊക്കെ കൊണ്ടാ അർച്ചന അത് വേണ്ടെന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോ അർച്ചന അതിന് സമ്മതിക്കും. എനിക്ക് ഉറപ്പാത്. രണ്ടുപേരുടെയും പൊരുത്തങ്ങളൊക്കെ ഉത്തമമാണ്. എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് നടത്താം. അല്ല, ഞങ്ങൾക്കങ്ങനെ സൗകര്യക്കുറവൊന്നുമില്ല. ഞാൻ മക്കളൊക്കെ ആയിട്ടൊന്ന് ആലോചിക്കട്ടെ. അവരുടെ ഇഷ്ടം കൂടി നോക്കണമല്ലോ. മതി. ആ, അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് മതി. അല്ല, സ്നേഹ കണ്ടില്ലല്ലോ. ആ, ആളിവിടെ ഇല്ലേ? മോളിവിടെ ഉണ്ട്. അർച്ചനെ, ആ, മോളെ പോയി വിളിച്ചോണ്ട് വാ. ഞാൻ വിളിക്കാച്ചാ. അവന്തിക്ക് എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? മൂത്ത ഏട്ടത്തിയല്ലേ? പറഞ്ഞു വരുമ്പം അമ്മയുടെ സ്ഥാനാ. അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. പറഞ്ഞു വരുമ്പോ എന്നല്ല, അവന്തിക തന്നെയാ അമ്മയായി നിന്ന് സ്നേഹമോളെയൊക്കെ വളർത്തിയത്. അച്ഛന്റെ തീരുമാനം തന്നെയാ എന്റെയും തീരുമാനം. കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് തീരുമാനിച്ചാൽ മതി. അത് നടത്തിയെടുക്കുന്നതാ എന്റെ ഉത്തരവാദിത്വം. മോളെ ഒന്ന് കാണാനാ ഞാൻ കൂടെ വന്നത്. ഞാൻ ഒറ്റയ്ക്ക് വരാമെന്ന് കരുതി ഇറങ്ങിയപ്പോ ഇവൾക്കും വരണമെന്ന് ഒരേ വാശി. അന്ന് വന്നിട്ട് സ്നേഹമോളെ കണ്ട് കൊതി തീർന്നില്ലെന്നും പറഞ്ഞ് എന്നോടൊപ്പം വന്നതാ. ഈയിടെ തള്ളയുടെ ഒരു പൂതി ഇപ്പോഴേ കണ്ട് കൊതി തീർത്തോ? ഇനി എങ്ങോട്ട് കാണുമെന്ന് സംശയവാ. രാജീവിനാണെങ്കിൽ പിന്നെ എപ്പോഴും മോളെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. പറയുന്ന പോലെ ആ കിഴങ്ങൻ വന്നില്ലേ രാജീവൻ? അവൻ അവിടെ എന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. സ്നേഹം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അർച്ചന നോക്കുന്നത് പോലെ സ്നേഹം ഞാൻ നോക്കിക്കോളാം. ബെസ്റ്റ്. ഇവരെ കൊണ്ട് തന്നെ മനുഷ്യവിടെ പൊറുതി മുട്ടിയിരിക്കുക. അപ്പോഴും അതുപോലെ വേറൊരെണ്ണം. എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അതിനു മുമ്പ് നമുക്കൊരു നിശ്ചയം നടത്തി വെക്കാം. കുടുംബക്കാർക്ക് എല്ലാവർക്കും സ്നേഹമോളൊന്ന് കാണുകയും ചെയ്യാലോ. നിശ്ചയം നടത്താം. അതും നിങ്ങൾ പറയുന്ന തീയതിയിൽ തന്നെ നടത്താം. അപ്പോ ആ ഡേറ്റ് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിളിച്ചു പറയാം. ആയിക്കോട്ടെ. നടക്കാത്ത വിവാഹത്തിന് നിശ്ചയം. എല്ലാവർക്കും വട്ടാൻ തോന്നുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.